എന്താ കൂട്ടുകാരി വെയിലൊരു ചൂടാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. അതാണ്ട കയ്യിൽ ഈച്ച കുത്തിയിട്ട് കൈ നല്ല നീരില്ല. നീരിൻ്റെ നീര് കയ്യിലിതാ. ഈച്ച അകത്തിട്ടുള്ള ഒന്ന് അക്കറം വെച്ച് വീട് കയറി അക്കറം വെച്ചിട്ട് പോയാൽ ഈച്ചപ്പോൾ തേനീച്ച കുത്തിയതാണ്. തേനീച്ചല്ലേ, കടിഞ്ഞ കുത്തിയതാണ്. ഞാൻ ഈച്ച അകത്ത് വന്നപ്പോൾ പൂച്ച കഴിക്കാൻ വന്നത്. ഞാൻ പിന്നെ ലേറ്റ് കെടുത്തുകൊണ്ട് ഈച്ച അങ്ങോട്ട് പുറത്ത് പൊക്കോട്ടെ വെച്ചിട്ട് ലേറ്റ് കെടുത്തിയതും എനിക്കിട്ടൊരു പണിയായിരുന്നു. ഈച്ച പോയി. അപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് വെച്ചിട്ട്, അല്ല കൊളസ്ട്രോളല്ല, ഇപ്പോൾ എന്താ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മിനിഞ്ഞാന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറയുക തൈറോയിഡിൻ്റെ മരുന്നൊന്നും കുടിക്കണ്ട, കുടിച്ചോ നിൽക്കേണ്ടി വരും, തടി കുറച്ചാൽ മതി. തടിയൊന്നും അത്രയൊന്നും ഇല്ല. ഞാൻ നോക്കിയപ്പോൾ 64 കിലോ ഉള്ളൂ. അപ്പോൾ ഇനിയും വിചാരിച്ച് ഭക്ഷണം കുറക്കാം, തടി കുറച്ചാൽ പോകുന്ന പറയാം, മരുന്ന് കുടിച്ചോ നിൽക്കത്ര. അപ്പോൾ ഞാനങ്ങനെ ഒരു മരുന്നും കുടിച്ചിട്ട് നിൽക്കുന്ന ആളല്ല, കുടിക്കുന്നില്ല. അപ്പോൾ തൈറോയിഡിനായിട്ട് പ്രത്യേകിച്ചൊരു മരുന്ന് ഡോക്ടർ പറഞ്ഞു കുടിക്കേണ്ട, അത് കുടിച്ചോ നിൽക്കേണ്ടി വരും പറഞ്ഞു. പിന്നെ ഞാൻ വേണ്ട വെച്ച് ഭക്ഷണം കുറച്ചാൽ മതിയല്ലോ, അപ്പോൾ തടിക്കൂല. നല്ല വെയിറ്റ് കുറച്ചാൽ തന്നെ പകുതി അസുഖം ഉണ്ടാവില്ല, പോകില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നാൽ സുഹൃത്തുക്കളെ, അതിൻ്റെ കൊടുത്താൽ കൈ തണ്ടല്ലേ നീര് എനിക്കട്ടെ. ഈച്ച കുത്തിയിട്ട് പോയ നീരാണ്, ഭയങ്കര നീരായിപ്പോയി. വേദനയിൽ ചോർച്ചിലും വേദനയിലും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പണിക്കാരുണ്ട്, മേലെ ഷീറ്റിടലും ഇപ്പമില്ല, ഡോറും കാര്യങ്ങളെല്ലാം വെക്കലുണ്ട്. നല്ല ഉണ്ട്. അതുകൊണ്ട് വിചാരിച്ച പണിക്ക് പോയിട്ടില്ല, 3-4 ദിവസമായി പോയിട്ട്. നാളെ പോകണം ഇനി. ഇങ്ങനെയാണ് നമ്മുടെ കഥ. അതാ വെയിൽ നോക്കിയിട്ട് പുറത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല, മങ്ങിയിട്ട് നിൽക്കുന്നുണ്ടല്ലോ വെയിൽ. നമ്മുടെ അടുത്ത് മഴയെ പെയ്തിട്ടില്ല കേട്ടോ. മഴയ്ക്ക് എന്താണെന്നോ ഇങ്ങോട്ട് പെയ്തിട്ടില്ല. ഇനി ഭക്ഷണം കഴിക്കട്ടെ ഇനിയിപ്പോൾ.